നടൻ അജ്മൽ അമീറിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ പരാതി ഉന്നയിച്ച് നിരവധി പെൺകുട്ടികൾ രംഗത്ത്. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും സമാനമായ അനുഭവങ്ങൾ ഉണ്ടെന്നും പെൺകുട്ടികൾ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് വെളിപ്പെടുത്തുന്നത്. അജ്മൽ കഴിഞ്ഞ ദിവസം നൽകിയ വിശദീകരണ വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിലാണ് പല പെൺകുട്ടികളും ഈ അനുഭവങ്ങൾ തുറന്നു പറയുന്നത്. സിനിമാ പ്രമോഷനിടെ സഹപ്രവർത്തകയോട് മോശമായി പെരുമാറിയെന്നും അജ്മലിനെതിരെ ആരോപണമുണ്ട്. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി. ഹരി, കഴിഞ്ഞ ദിവസം ഈ ആരോപണങ്ങളെല്ലാം അജ്മൽ നിഷേധിച്ചിരുന്നു. അത് AI വഴി ഉണ്ടാക്കിയ വോയിസ് ക്ലിപ്പാണെന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്. പക്ഷേ അതിൻ്റെ കമന്റ് ബോക്സ്, ആ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് ഇപ്പോൾ കൂടുതൽ പേർക്ക് തുറന്നു പറയാനുള്ള ഒരു അവസരമായി മാറുകയാണോ? സത്യം പറയുകയാണെങ്കിൽ സ്വയം കുഴിച്ച് കുഴിയിൽ വീഴുക എന്നുള്ളതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. നടൻ അജ്മൽ അമീറിന്റെ അവസ്ഥ അത് തന്നെയാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പ് വന്നിരുന്ന ഒരു ടെക്സ്റ്റ് ഓഡിയോ ചാറ്റ് പുറത്തു വന്നതിന് പിന്നാലെ അജ്മൽ എന്തായിരിക്കും വിശദീകരണം നൽകുക എന്നത് സംബന്ധിച്ച് കാത്തിരിക്കുകയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഒട്ടാകെ തന്നെ. കാരണം വലിയൊരു നടനെതിരെയുള്ള ഒരു വലിയ ഗുരുതരമായ ഒരു ആരോപണം തന്നെയായിരുന്നു ആ ചാറ്റ് ഓഡിയോ ലീക്കിലൂടെ പുറത്തു വന്നത്. അതിന് പിന്നാലെയാണ് 3 കാര്യങ്ങളാണ് അജ്മൽ ആ ഒരു വിശദീകരണ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ഏകദേശം 2 മിനിറ്റോളം നീളം നിൽക്കുന്ന വിശദീകരണ വീഡിയോയിൽ തുടക്കം തന്നെ അജ്മൽ പറയുന്നത് ഇതൊരു AI ജനറേറ്റഡ് ക്ലിപ്പാണ്, ഇത് ബ്രില്യന്റ് എഡിറ്റിംഗ് ആണ് എന്നതാണ് അജ്മൽ പറയുകയും ചെയ്തത്. ഇതൊരു ഫാബ്രിക്കേറ്റഡ് കണ്ടന്റ് കൂടിയാണ്. അങ്ങനെ ഈ 3 കാര്യങ്ങളാണ് അജ്മൽ പറഞ്ഞിരുന്നത്. ഈ വീഡിയോ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും അജ്മൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഇതിന്റെ കമന്റ് സെക്ഷനിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റഗ്രാമിൽ, നിരവധി പെൺകുട്ടികളാണ് അജ്മലിനെതിരെ തുറന്നു പറയുകയും ചെയ്തിരുന്നത്. ഇതെങ്ങനെയാണ് AI ആവുന്നത്? ഈ AI ആണെങ്കിൽ എന്റെ ചാറ്റിലേക്ക് വന്നത് എങ്ങനെയാണ്? എനിക്ക് എങ്ങനെയാണ് വീഡിയോ കോൾ വന്നത്? എന്നെ എങ്ങനെയാണ്? അങ്ങനെ തുടങ്ങി നിരവധി തുറന്നു പറച്ചിലുകൾ. സത്യം പറഞ്ഞാൽ കോൾ ഔട്ട് ആണ് നടക്കുന്നത്. ഇൻസ്റ്റഗ്രാമിൽ പരക്കെ ഒരു കോൾ ഔട്ട് ഇപ്പോൾ അജ്മൽ അമീറിനെതിരെ നടക്കുന്നുണ്ട്. ആ കോൾ ഔട്ടിന്റെ ഭാഗമായിട്ട് പല പെൺകുട്ടികളും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അവരെങ്ങനെയാണോ നേരിട്ടത്, സമൂഹ മാധ്യമങ്ങളിലൂടെ എങ്ങനെയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ ഹെലൻ ഓഫ് സ്പാർട്ട ഒരു കഴിഞ്ഞ ദിവസം ഹെലൻ വന്നിട്ട് ഇതുപോലെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട്. അത് അവർ സമൂഹ മാധ്യമങ്ങളിൽ വീഡിയോ ആയിട്ട് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഈ അജ്മലിന്റെ സ്ഥിരം പരിപാടി എന്ന് പറയുന്നത് വാനിഷ് മോഡിൽ ചാറ്റ് ചെയ്യുക. അതിനുശേഷം വാനിഷ് മോഡ് ആകുമ്പോൾ പെട്ടെന്ന് ഈ ചാറ്റ് അപ്രത്യക്ഷമാകും. ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫീച്ചർ അതാണ്. ഈ ചാറ്റ് അപ്രത്യക്ഷമാകുന്നതോടുകൂടി സ്ക്രീൻഷോട്ട് തുടങ്ങിയ കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് ഹെലൻ സമൂഹ മാധ്യമങ്ങളോട് പുറത്തു വന്നത്. പല പെൺകുട്ടികളും ഇതേ രീതിയിൽ തന്നെയാണ് പറയുന്നത്. ഇതുപോലെ ചാറ്റ് ചെയ്യുകയും അത് സ്ക്രീൻഷോട്ട് ചിലത് എടുത്തു വെച്ചിട്ടുണ്ട്, ചിലത് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷനിലേക്കും കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് വളരെ തുറന്നൊരു കോൾ ഔട്ട് രീതിയിൽ തന്നെയാണ് പോകുന്നത്. ഇത് സമൂഹ മാധ്യമങ്ങളിലൂടെ മോശമായ രീതിയിൽ സംസാരിക്കുന്നതിനോടൊപ്പം തന്നെ പല രീതിയിലുമുള്ള ആവശ്യങ്ങൾ അജ്മൽ ഉന്നയിക്കുന്നതായിട്ട് പല പെൺകുട്ടികളും തുറന്നു പറയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ പല പെൺകുട്ടികളും ഇപ്പോൾ മൗനം പാലിക്കുന്ന രീതിയിലേക്കും കാര്യങ്ങൾ മാറുന്നുണ്ട്. എന്തായാലും ഈ അജ്മലിന്റെ ഈ ഒരു ഇത് AI ആണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഈ ഒരു വീഡിയോ സത്യം പറയുകയാണെങ്കിൽ ഇത് AI അല്ല എന്നുള്ളത് ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ 2025 ഈ AI പോലുള്ള കാര്യങ്ങൾ ആരുടെയും തലയിലോട്ട് വെക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് AI മാറുന്നുണ്ട്. അങ്ങനെയുള്ള ഈ രീതിയിൽ ട്രോളുകളായും അജ്മലിന് നേരെ ഇത് വീഴുന്നുണ്ട്. അതായത് ഈ വിശദീകരണ വീഡിയോ സ്വയം പാരയാവുന്ന രീതിയിലേക്കാണ് അജ്മൽ മാറുന്നത്. അതോടൊപ്പം തന്നെ ഇത് വളരെ ഗുരുതരമായ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല, ഇത് ഒരൊറ്റ പെൺകുട്ടിയുടെ മാത്രമുള്ള ഒരു കാര്യമല്ല. ഇതുപോലെ നിരവധി പെൺകുട്ടികളെ ഇതുപോലെ ലൈംഗികപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്നതായിട്ടുള്ള പല രീതിയിലും. പക്ഷെ ഇതൊന്നും ഒരു കേസായോ ഒരു കംപ്ലൈന്റ് ആയോ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല നിലവിൽ ഒരു പോലീസ് സ്റ്റേഷനിലും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു കോൾ ഔട്ട് ഉള്ള രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ ഒട്ടാകെ തന്നെ നടനെതിരെയും നടൻ നടത്തിയ പ്രവൃത്തികളെ കുറിച്ചും അക്കമിട്ട് എണ്ണി പറഞ്ഞുകൊണ്ട് പല പെൺകുട്ടികളും രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടിയാണ് നിലവിൽ നിൽക്കുന്നത്. വരും ദിവസങ്ങളിലും ഈ എണ്ണം കൂടുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം ഇതുവരെ പുറത്ത് പറയാതിരിക്കുന്ന പല ഓഡിയോ ക്ലിപ്പുകളും നമ്മുടെ കൈവശം കിട്ടിയിട്ടുണ്ട്. ആ ഒരു സാഹചര്യം കൂടിയുണ്ട്. അതും ശരി. ഹരികൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. നടൻ അജ്മൽ അമീറിനെതിരെ കൂടുതൽ ആരോപണങ്ങൾ വരികയാണ്. അജ്മൽ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് താഴെ തന്നെ പലരും തങ്ങൾ നേരിട്ട ദുരനുഭവങ്ങൾ, അജ്മലിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനുഭവങ്ങൾ തുറന്നു പറയുന്ന സാഹചര്യമാണ് ഉള്ളത്. ഹരികൃഷ്ണനാണ്